രാഷ്ട്രീയാഭിമാന പോരാട്ടത്തിന്റെ പടനിലമാണ് രാജ്യതലസ്ഥാനം. നിർണായകമായ പല മാറ്റങ്ങളും കണ്ട ഭൂമിക. 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ഉദയം ചെയ്ത പാർട്ടിയാണിപ്പോൾ ഡൽഹി ഭരിക്കുന്ന AAP. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് യുദ്ധവും കളം നിറയുന്ന അവിടെ ഭരണ തുടർച്ചയോ അതോ BJPയോ ഇത്തവണ എന്നതാണ് ഉയരുന്ന ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കെ മുൻപെങ്ങുമില്ലാത്ത വിധം തിളച്ചുമറിയുകയാണ് ഡൽഹി രാഷ്ട്രീയം. വിവാദങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങളുമാണ് 5 വർഷത്തിനിടെ രാജ്യതലസ്ഥാനം കണ്ടത്. 2015-ൽ 67 സീറ്റ് നേടിയായിരുന്നു AAP ആദ്യമായി രാജ്യതലസ്ഥാനം പിടിച്ചെടുത്തത്. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം 62ആയി കുറഞ്ഞെങ്കിലും മികച്ച സീറ്റ് ശരാശരി നിലനിർത്താനായി 3ാം തവണ ഭരണത്തിലേറാൻ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് AAP കളം നിറയുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2 അക്കം കടക്കാൻ സാധിക്കാത്ത BJP ഇക്കുറി ഡൽഹി പിടിച്ചെടുക്കാൻ അരയും തലയും മുറുക്കി പ്രചരണത്തിലാണ്. ഡൽഹിയിൽ പൊതുറാലിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി ആം ആദ്മിക്കെതിരായ ആരോപണം കടുപ്പിച്ചു കഴിഞ്ഞു. മോദിയുടെ ആബ്ഡ ശീഷ് മഹാൽ പരാമർശങ്ങൾ പ്രവർത്തകർ ഏറ്റെടുത്തതോടെ പോരാട്ടം കനത്തു. തുടർച്ചയായ 15 വർഷം ഭരണത്തിലിരുന്നെങ്കിലും നിലവിൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എവിടെയും കോൺഗ്രസ് ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയുമായി സഖ്യം ചേർന്ന് മത്സരിച്ചെങ്കിലും നിയമസഭയിലേക്ക് ഇന്ത്യ സഖ്യ ബാനർ ഇല്ലാതെയാണ് ആം ആദ്മിയും കോൺഗ്രസും മത്സരിക്കുന്നത്. ആം ആദ്മിക്കായി വൻതോതിൽ പഞ്ചാബിൽ നിന്നും കള്ളപ്പണം ഒഴുക്കുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞു. 2011-ൽ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന പാർട്ടിയാണ് ആം ആദ്മി. എന്നാൽ ഡൽഹിയിലെ 2ാം ഊഴത്തിൽ AAPക്ക് ചെറുതായൊന്ന് പിഴച്ചു. 2021-ൽ സർക്കാർ നടപ്പാക്കിയ മദ്യനയത്തിൽ കൈപൊള്ളി. മദ്യനയത്തിൽ അഴിമതി ആരോപിച്ച് BJP പരാതി നൽകി. പുതിയ മദ്യനയം സർക്കാരിന് 144 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്ന കണ്ടെത്തലോടെ ആം ആദ്മി പ്രതിക്കൂട്ടിൽ. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് 2022-ൽ CBIയിലേക്ക്. ഫെബ്രുവരി 26-ന് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലായി. അവിടെ തുടങ്ങി ആം ആദ്മി സർക്കാരിന്റെ കഷ്ടകാലം. 1 വർഷത്തിലേറെ കേന്ദ്ര ഏജൻസികൾ കെജ്രിവാളിനെ വട്ടമിട്ട് പറന്നു. 2024 മാർച്ച് 21-ന് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തു. ED കസ്റ്റഡിയിലിരിക്കെ ജൂൺ 26-ന് CBI അറസ്റ്റ് ചെയ്തു. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരം പിടിച്ചെടുത്ത നേതാവ് അഴിമതി കേസിൽ ജയിലിലുമായി. ഇതോടെ സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധി എന്ന പ്രതീതി ഉയർന്നു. ജനങ്ങൾക്കിടയിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ മുഖ്യമന്ത്രിയായി അതിഷി മർലേന നിയോഗിക്കപ്പെട്ടു. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം രാജ്യതലസ്ഥാനത്തെ 3ാം വനിതാ മുഖ്യമന്ത്രി. ചുനാവി ഹിന്ദു എന്ന കേജ്രിവാളിനെയും ചുനാവി മുസൽമാൻ എന്ന അമിത്ഷായെയും BJPയും AAPയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹാട്രിക് വിജയം AAPയെ സംബന്ധിച്ച് കേവല ലക്ഷ്യം മാത്രമല്ല, അഭിമാന പോരാട്ടമാണ്. വോട്ടർമാർ തന്റെ സത്യസന്ധത അംഗീകരിച്ചാൽ മാത്രമേ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൂ എന്ന് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനത്തിൽ പറഞ്ഞത് വോട്ടിൽ പ്രതിഫലിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.